പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. നീ അങ്ങോട്ട് നോക്കി. ഇത്രയും ജനങ്ങളെ സംഘടിപ്പിക്കാൻ സാധിച്ചുള്ളൂ. പിന്നെ പ്രസും ചാനലെല്ലാം ഓൺ ദ വേയിലാണ്. പ്രധാനമന്ത്രി പങ്കെടുത്ത ബിജെപിയുടെ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ വലിയ വിമർശനം അമ്മച്ചിക്കെതിരെ ഉയരുന്നുണ്ട്. ബിജെപിയുടെ RSSന്റെ ആളാണെന്നാണ് പറയുന്നത്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അതല്ലേ കാണിച്ചു തന്നത്, കെട്ടിപ്പിടിച്ച് ഞാൻ കാണിച്ചു തന്നില്ലേ. തനിക്ക് എന്തൊക്കെ അറിയണം? ഒന്നും കേട്ടേ. അതിനിടയ്ക്ക് ഫോട്ടോസ് ഒക്കെ കിട്ടിയോ? നോക്കട്ടെ. ഇത് സ്വർണ്ണക്കടത്തിന്റെയാ. ഇതുപോലെ ഞാൻ കെട്ടിപ്പിടിച്ചായിരുന്നു അവിടെ. നമ്മൾ രണ്ടാളും ഇത് വലിയൊരു ബന്ധത്തിന്റെ തുടക്ക. എനിക്കിതൊന്നും എല്ലാവരും ചെയ്തു തരണം. ശരി സാർ, സാർ വെച്ചോളൂ. പിടിച്ചായിരുന്നോ? ഇതല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അപ്പൊ ഇത് തന്നെ ഞാൻ എന്റെ പെൻഷൻ, ജനങ്ങളുടെ റേഷൻ സൗകര്യത്തിന് കിട്ടുമ്പോഴല്ലേ മാനം കെടുത്താൻ പറ്റുള്ളൂ ബാലേട്ടാ. ഈ പിള്ളേരെ കൊല്ലണത് ആ കേസ് എടുക്കുന്നില്ല. ഈ പിണറായി സഹായം ഈ ഗുണ്ടകള് ഈ ജനലേക്കടെ ഗുണ്ടനെ കയറ്റി വിട്ടു വാലടച്ചേച്ച്. അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കണതാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ജനങ്ങളുടെ പോയിക്കാനും എന്റെ ജനങ്ങളുടെ കാര്യം പറയാൻ പോയതാ, വേറെ ഒന്നും ഞാൻ പോയതാ. പാവം സാർ, എന്താ ചെയ്യാ? നാട്ടുകാരുടെ പരാതി കേൾക്കാനേ നേരമുള്ളൂ. ഇതിലെ പകല് കോൺഗ്രസ്, രാത്രി ബിജെപി. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടി. ഞാൻ കാണിച്ചു തന്നില്ലേ? ഇതുകാരെ ഞാൻ കാണിച്ചാർന്നോ? ഞാൻ കാണിച്ചാർന്നോ? ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? നിങ്ങൾക്ക് റേഷനരി വേണം, എനിക്കെന്നല്ല ഇവിടെ പാവങ്ങൾക്ക്. അതുപോലെ പെൻഷൻ വേണം. അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ആ പകല് നേതാവ് കോൺഗ്രസിന്റെ നേതാവ് അല്ലേ, രാത്രി അത് അവരുടെ തൊഴിലാ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അത് പിണറായിയാണ് അവർക്ക് വോട്ട് തയ്പ്പിച്ചത്. പോലീസുകാർക്ക് കുറുവടി അതാരാ? പകരം പോലീസ് കണ്ണൂരിന്നാ വരുന്നത്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ജാഥയുടെ അടുത്ത് കയറ്റി വിടുക. അത് അവരുടെ തൊഴിലാ, പിണറായിയുടെ തൊഴില്. ആ ഗുണ്ടകടെ ആ തലയ്ക്ക് അടിച്ച് മുഴുവൻ പിണറായിയുടെ ഗുണ്ടകളാ. സത്യം പറയുള്ളൂ. കണ്ണൂരിന്ന് വന്നതാ. അടി കണ്ടാ അറിയാം. കുട്ടി, ദാമോദരൻ എന്ന അമ്മാവനെ പറ്റി മാത്രമേ കുട്ടിക്ക് അറിയൂ. ബോംബെ ശിവസേനക്കാരെ കിരീടാ ഉറപ്പിക്കുന്ന അധോലോക ദാമോദർജിയെ കുട്ടിക്ക് അറിയില്ല. കണ്ടത് പറയാം. ഇതിന് ദൈവം ഉണ്ട് എന്റെ പുറകെ. പിന്നെ ദൈവത്തിന് അതല്ലേ ജോലി. മാത്രമാണ് ശത്രു. അതിന്റെ ഗുണ്ടകളില്ലേ? പിണറായിയാണ് ആ തലയ്ക്ക് എല്ലാം തന്നെ ഒരാളാണ്. അവനതിന്റെ രാജാവ്. ഈ പറഞ്ഞതൊന്നുമല്ലാത്തൊരു പരിവേഷം എന്താ എനിക്ക് പുതുതായിട്ടുണ്ടായത്? ഭരിക്കുന്ന രാജാവ് അവനെ ഞാൻ പറയാം. നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവം. അത് തന്നെയാ പറയും. അവനെ തന്നെ പിണറായിനെ. അവന്റെ ഗുണ്ടകളുണ്ട് കുറെ പോലീസുകാർ. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടിത്തരം കാണിക്കാവുന്നു? ഈ പോലീസിന്റെ വിചാരം കാലാകാലം പിണറായി ഇവിടെ ഇരിക്കുന്ന അല്ല, ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? പിന്നെ മനസ്സിലിരുന്നോട്ടെ പോലീസിന്റെ പോകും. ഈ കാണിക്കുന്ന പോലീസ് എല്ലാം വന്ന് കാല് പിടിക്കുന്ന ഒരു സമയം ഉണ്ടാവും. നിങ്ങൾ നോക്കിയിരുന്നോ? എന്റെ അവസാന പോലീസിന്റെ അടി കഴിച്ചിട്ടിറക്കാനും വയ്യ, മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള നിലയിലായി. ആ അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? അത്രേ എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന്, സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന്, സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന്, ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന്. ശരി.